Cruzamento, toque do gol! എൻട്രിക്കിന്റെ കഴിവിനെ കുറിച്ച് ആർക്കും സംശയമില്ല. 16-ാം വയസ്സിൽ തന്നെ ബ്രസീലിനെയും കാൽപന്ത് ലോകത്തെയും വിസ്മയിപ്പിച്ച ഒരു ചെറുപ്പക്കാരൻ. റയൽ മാഡ്രിഡ് കോടികൾ മുടക്കി സ്വന്തമാക്കിയ ആ താരം. ബ്രസീലിനായി ജൂനിയർ ടീമിലും കത്തിപ്പടർന്ന് ഗോളുകൾ നേടിയ ആ താരം. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം ക്ലബിലും ദേശീയ ടീമിലും തുടർച്ചയായി ആദ്യ 11-ൽ അവസരം ലഭിക്കാത്തതെന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാർലോ ആൻസലോട്ടിക്ക് അവനെ ഇഷ്ടമല്ലേ? അല്ലെങ്കിൽ ഇതിനു പിന്നിൽ ആരും പറയാത്ത മറ്റൊരു കഥയുണ്ടോ? അപ്പോൾ നമുക്ക് തുടങ്ങാം ഫുട്ബോൾ സുൽത്താന്റെ അടുത്ത കഥയിലേക്ക്. ഫുട്ബോളിന്റെ ഗോൾഫീൽ എന്ന് അറിയപ്പെടുന്ന രാജ്യമാണ് ബ്രസീൽ. കാൽപന്തിനും ആ സാമ്പാത്താളത്തിനുമൊപ്പം കയ്യും മെയ്യും മറന്ന് ചുവടുകൾ വെക്കുന്ന ആ കളിക്കാരുടെ ചരിത്രം രചിക്കപ്പെട്ടത് വിശപ്പിനോട് പൊരുതി നേടിയ വിജയങ്ങളിൽ നിന്നുമായിരുന്നു. സാക്ഷാൽ പെലെ, റൊണാൾഡീഞ്ഞോ, റൊണാൾഡോ നസാരിയോ, കക്ക, റോബർട്ടോ കാർലോസ്, നെയ്മർ ജൂനിയർ എന്നിങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത മഹാരഥന്മാരെ ലോകത്തിന് സമ്മാനിച്ച ആ ബ്രസീൽ വിനീഷ്യസ് ജൂനിയറിന് ശേഷം അടുത്ത ഒരു അവതാരത്തെ കൂടി ഫുട്ബോൾ ലോകത്തിലേക്ക് തുറന്നു വിടുകയാണ്. ബ്രസീൽ എന്ന ഫുട്ബോളിംഗ് മൈനിൽ നിന്നും റൊണാൾഡോ നസാരിയോയ്ക്കു ശേഷം ഇത്രയും സ്ട്രൈക്കിംഗ് പാടവം കാഴ്ചവെച്ച വെറും 16 വയസ്സുള്ള ഒരു തീപ്പൊരി കളിക്കാരൻ പയ്യനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത ജനറേഷണൽ ടാലന്റ് എൻട്രിക് ഫെലിക്സ്. ഫുട്ബോൾ എന്നത് ചങ്കിടിപ്പായി കൊണ്ടു നടക്കുന്ന സൗത്ത് അമേരിക്കൻ ക്ലബ്ബാണ് പാൽമിറാസ്. അവരുടെ യൂത്ത് അക്കാഡമിയിൽ നിന്നുമുണ്ടായ മെഷീൻസ് ആണ് റിവാൾഡോ, റോബർട്ടോ കാർലോസ്, ജൂനിഞ്ഞോ തുടങ്ങിയവർ. 2016 മുതൽ പാൽമിറാസിൽ സ്ട്രൈക്കറായി പന്തു തട്ടി തുടങ്ങിയ എൻട്രിക് 169 കളികളിൽ നിന്നും 165 ഗോളുകൾ നേടിയതോടെ റൊണാൾഡോ നൊസാരിയോയ്ക്കു ശേഷം സ്ട്രൈക്കിങ്ങിൽ ഇത്ര അധികം സ്കിൽ സെറ്റ് കാണിച്ച മറ്റൊരു കളിക്കാരനും ബ്രസീലിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്ന് ബ്രസീലിയൻ മാധ്യമങ്ങൾ വിലയിരുത്തി. അത് അവനെ 2022-ൽ പാൽമിറാസിന്റെ ജൂനിയർ ടീമിലേക്ക് എത്തിക്കുകയും ചെയ്തു. 2022-ൽ നടന്ന കോപ്പ സാവോ പോളോ ജൂനിയർ എന്ന ടൂർണമെന്റിൽ 7 ഗോളുകൾ നേടി 53 വർഷങ്ങൾക്ക് ശേഷം പാൽമിറാസിന് കപ്പ് നേടിക്കൊടുത്തതോടെ യൂറോപ്യൻ ടീമുകളും മാധ്യമങ്ങളും അവന്റെ പുറകിലായി. ഇവൻ തന്നെയാണ് അടുത്ത അവതാരമെന്ന് ഉറപ്പിച്ചുകൊണ്ട് പാൽമിറാസ് മാനേജ്മെന്റ് 60 മില്യൺ യൂറോ റിലീസ് ക്ലോസോടുകൂടി ആ 16 വയസ്സുകാരൻ ചെക്കന്റെ കോൺട്രാക്ട് പുതുക്കുകയായിരുന്നു. എൻട്രിക്കിനെ വിശേഷിപ്പിക്കണമെങ്കിൽ ഡെഡ് സ്കില്ലുകളുടെ തമ്പുരാൻ എന്ന് പറയേണ്ടി വരും. ഒരു ഡെഡ്ലി സ്ട്രൈക്കറായ അവനുള്ള പ്രത്യേക കഴിവാണ് ലെഫ്റ്റ് വിങ്ങിലും റൈറ്റ് വിങ്ങിലും ഒരേ രീതിയിൽ കളിക്കാൻ സാധിക്കുക എന്നത്. മിന്നൽ പോലെയുള്ള പേസും ഡ്രിബ്ലിങ്ങും കൊണ്ട് എതിർ ടീമിന്റെ ഡിഫൻസിൽ വിള്ളലുകൾ ഉണ്ടാക്കി ഗോൾ അടിക്കാൻ എൻട്രിക് മിടുക്കനാണ്. എർലിംഗ് ഹാലൻഡിനെ പോലെ റൈറ്റ് ടൈമിൽ റൈറ്റ് സ്പീഡിൽ ഫിനിഷിംഗ് ടച്ച് നടത്താനുള്ള കഴിവ് തന്നെ ഇവനെ ഒരു ഡ്രെഡ്ഫുൾ സ്ട്രൈക്കറാക്കി മാറ്റുകയായിരുന്നു. അദ്ദേഹം ഹൈ പ്രസ് ചെയ്ത് ബോൾ വിൻ ബാക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കളിക്കാരനുമാണ്. എ ബോയ് ഹൂ മെയ്ഡ് ഫോർ ഹെവി മെറ്റൽ ഫുട്ബോൾ. 2006-ൽ ജനിച്ച എൻട്രിക് 4-ാം വയസ്സ് തൊട്ടേ കാൽപന്തിനോടുള്ള പ്രണയം തുടങ്ങുകയായിരുന്നു. മിക്ക ബ്രസീൽ കളിക്കാരെയും പോലെ അവന്റെയും ബാല്യകാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് വിശപ്പ് തന്നെയായിരുന്നു. അവരുടെ കഷ്ടപ്പാടുകളുടെ അവസാനം എന്നത് ഫുട്ബോൾ തന്നെയാണെന്ന് മനസ്സിലാക്കിയ എൻട്രിക്കിന്റെ ഫാദർ ഏതെങ്കിലും ബ്രസീലിയൻ ടീമുകളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവന്റെ സ്കില്ലുകൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുക പതിവായിരുന്നു. പിന്നീട് ബ്രസീലിയൻ ക്ലബായ പാൽമിറാസിൽ ക്ലീനറായി ജോലി ലഭിച്ച അദ്ദേഹം അവനെ പാൽമിറാസിന്റെ ട്രയൽസിൽ എത്തിക്കുകയായിരുന്നു. ട്രയൽസിലെ അവന്റെ പെർഫോമൻസ് കണ്ട് കണ്ണു തള്ളി നിന്ന അസിസ്റ്റന്റ് കോച്ച് അവന്റെ ഫാദറിന്റെ പുറത്തു തട്ടി ഇങ്ങനെ പറഞ്ഞു, "ഹീസ് ഗോണ ബി മാസീവ്."
അവനെ ടീമിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രധാന കാരണം കഴിവില്ലായ്മയല്ല, അത് അവന്റെ ആ പൊസിഷനിലേക്കുള്ള ബ്രസീലിയൻ താരങ്ങളുടെ മത്സരമാണ്. ഇന്ന് ബ്രസീലിന്റെ മുന്നേറ്റ നിരയിൽ വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ, റാഫിഞ്ഞ, കുഞ്ഞ കൂടാതെ പുതുതായി ഉയർന്നു വരുന്ന മെസീനിയോയെ പോലെയുള്ള മറ്റു താരങ്ങൾ കൂടി ചേരുമ്പോൾ ഇവരോടാണ് എൻട്രിക്കിന് മത്സരിക്കേണ്ടത്. പക്ഷേ ആൻസലോട്ടി എന്ന ആ പരിശീലകൻ ഒരു യുവതാരത്തെയും പെട്ടെന്ന് ടീമിന്റെ ഭാരം ചുമക്കാൻ വിടുന്ന പരിശീലകനല്ല എന്ന വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആവനാഴിയിലെ ഒരു ബ്രഹ്മാസ്ത്രം പോലെ അവനെ അദ്ദേഹം പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഫുട്ബോളിൽ പലപ്പോഴും ക്ഷമയാണ് ഒരു താരത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷ. ബെഞ്ചിലിരിക്കുന്നത് പരാജയമല്ല, അതൊരു തിരിച്ചറിയൽ കൂടിയാണ്. കാൽപന്ത് കളിയിൽ ഓരോ പരിശീലനവും ഓരോ മിനിറ്റും ഒരു ലോകോത്തര താരമാകാനുള്ള തയ്യാറെടുപ്പായാണ് കളിക്കാർ കാണേണ്ടത്. ഇന്ന് അവസരം കുറവായിരിക്കാം, പക്ഷേ ഒരിക്കൽ ആ അവസരം വന്നാൽ അത് പിടിച്ചെടുക്കാൻ എൻട്രിക് തയ്യാറായിരിക്കും. റൊണാൾഡോ നസാരിയോ, റൊണാൾഡീഞ്ഞോ, റോബർട്ടോ കാർലോസിനെ പോലുള്ള ഒരുപാട് മഹാരഥന്മാർ ബെഞ്ചിൽ നിന്നാണ് ചരിത്രം തുടങ്ങിയത്. എൻട്രിക്കിന്റെയും കഥ അതുപോലെ തന്നെയായിരിക്കും. അല്ലെങ്കിൽ ബ്രസീൽ മറ്റൊരു അത്ഭുതത്തെ നഷ്ടപ്പെടുത്തും. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയൂ.